ഷാവോ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് സമ്മതിച്ച് ഡ്രീം ദേവത അലിഞ്ഞില്ലാതെയാവുന്നുണ്ട്. അപ്പോഴേക്കും ഷാവോയും മയങ്ങി ഹോങ്ങയുടെ ദേഹത്തേക്ക് ചായുന്നു. കുറെ കഴിഞ്ഞാണ് അവൾ പിന്നെ ഉണർന്നത്. ഹോങ്ങയെ വിളിച്ചുണർത്താൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമൊന്നും അവൻ കണ്ണു തുറക്കുന്നില്ല. അങ്ങനെ അവൾ ശരിക്കും പേടിക്കുന്നു. അവൾ കുറേ നേരം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പതിയെ കണ്ണു തുറക്കുന്നുണ്ട്. അവൻ സേഫാണ് എന്ന് അറിഞ്ഞതോടെ അവൾക്ക് സന്തോഷമാവുന്നു. അവനിങ്ങനെ തിരിച്ചു വന്നതോടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് കുഞ്ഞു ലീഫ് വിഷമത്തോടെ പറയുന്നുണ്ട്. അവളോട് വിഷമത്തോടെ തന്നെ യാത്ര പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അത് ആ പഴയ ബ്രേസ്ലെറ്റിൻ്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഡ്രീം ദേവത നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് ഒരു മിററിൻ്റെ ഭാഗം കിടക്കുന്നവർ കണ്ടത്. അങ്ങനെ രണ്ടുപേരും കൂടി പോയി അതെടുക്കുന്നു. ഡ്രീം ദേവതയുടെ ഫീലിങ്സിൽ നിന്നാണ് ആ മിററിൻ്റെ ഭാഗം ഉണ്ടായിരിക്കുന്നതെന്ന് ഹോങ്ങെ അവളോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അതുവരെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്ന ബിങ്ഷുവും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മിററിൻ്റെ ഭാഗവുമായിട്ട് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും അവിടുത്തെ രാജാവിന് നൽകണമെന്ന് അവൻ വാദിക്കുന്നു. കാരണം അവൻ്റെ അഭിപ്രായത്തിൽ രാജാവാണ് അതിൻ്റെ ശരിക്കുള്ള അവകാശി. പക്ഷേ 100 വർഷങ്ങൾക്ക് മുമ്പത്തെ രാജാവ് കുൻലിൻ മിറർ സ്വന്തമാക്കിയത് ചതിയിലൂടെയാണ്. ശരിക്കുള്ള അവകാശി രാജാവല്ല എന്ന് ഹോങ്ങെ വാദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമാവുന്നു. ബിങ്ഷു ഇവരെ അറ്റാക്ക് ചെയ്യാനായി തയ്യാറെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഷാവോ ഇടപെടുന്നു. രാജാവ് അവൻ പറയുന്നത് പോലെ നീതിമാനല്ല. അങ്ങനെയാണെങ്കിൽ ഈ 100 പെൺകുട്ടികളെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഇങ്ങോട്ട് അയക്കുകയില്ലായിരുന്നു. ഇതൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞാൽ നിനക്ക് ഇപ്പോഴും രാജാവാണ് നല്ലവനെന്നാണോ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ച് ഷാവോ അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടെ ബിങ്ഷുവിന് കുറച്ച് വെളിവൊക്കെ വീഴുന്നു. ആ മിററിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ടെത്തുന്നത് വരെ അത് സൂക്ഷിക്കാൻ അവൻ ഷാവോയെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും ജീവനോടെ രക്ഷപ്പെടാൻ സാധിച്ചത് ഹോങ്ങെ കാരണമാണല്ലോ. അതുകൊണ്ട് തൽക്കാലം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടെന്ന് ബിങ്ഷു തീരുമാനിക്കുന്നു. ഇവർ രണ്ടുപേരും റിക്കവറായ ശേഷം കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാമെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ തൽക്കാലം ബിങ്ഷു തിരികെ പോകുന്നു. ഡ്രീം ദേവത പോയതോടെ ആ സ്ഥലം ആകെ നശിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ബിങ്ഷു ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവർ അവനോട് ചോദിച്ച് എന്താണ് സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഡ്രീം ദേവത കൊല്ലപ്പെട്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്ങളെ കൂടി തിരികെ കൊണ്ടുപോകുമോ എന്ന് അവർ ചോദിക്കുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. അവൻ പിയാനെ ചുറ്റും തിരിയുന്നത് കണ്ടപ്പോൾ അവൾ സുരിക്കും പെയ്ക്കും ഒപ്പമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ചില പെൺകുട്ടികൾ പറയുന്നു. അതോടെ പിയാൻ അപകടത്തിലാണ് എന്ന് മനസ്സിലായി ബിങ്ഷു വേഗം അവളെ അന്വേഷിച്ച് പോകുന്നുണ്ട്. പിയാനെ അവിടെ തന്നെ ഒരു സ്ഥലത്ത് തടവിലാക്കിയിരിക്കുകയായിരുന്നല്ലോ. ഈ സമയത്ത് അവളുടെ കയ്യിലെ കെട്ടുകളൊക്കെ തനിയെ അഴിയുന്നുണ്ട്. അതേപോലെ മുഖത്തുണ്ടായിരുന്ന മുറിവും ഭേദമാവുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഡ്രീം ദേവതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച് കാണുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെയ്യും സുരിയും കൂടി അവിടേക്ക് എത്തുന്നു. അവരുടെ രണ്ടുപേരെയും കയ്യിൽ വാളുകളുണ്ട്. ഡ്രീം ദേവത കൊല്ലപ്പെട്ടവരുടെ എല്ലാവരുടെയും ശക്തികൾ നഷ്ടമായിരിക്കുന്നു. പക്ഷേ വാൾ ഉപയോഗിച്ച് പിയാനെ നേരിടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിയാൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ. പിയാൻ അവിടെ നിന്ന് ജീവനോടെ പുറത്തു പോയാൽ തങ്ങളോട് പ്രതികാരം ചെയ്യുമോ എന്നവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ അവളെ തീർക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. കയ്യിൽ ആയുധമൊന്നുമില്ലെങ്കിലും പിയാൻ അവർക്ക് മുന്നിൽ നന്നായി പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് ബിങ്ഷു അവളുടെ സഹായത്തിനെത്തുന്നു. അവൻ വന്നതോടെ ബാക്കി രണ്ടുപേരും പിന്മാറുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ബിങ്ഷു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിയാൻ്റെ മുഖത്തെ മുറിവ് ഭേദമായതാണ് അവൻ ആദ്യം ശ്രദ്ധിച്ചത്. അതിനുശേഷമാണ് അവൻ അവരോട് സംസാരിച്ചത്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലോ. അവർ തിരികെ മനുഷ്യരായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരെയും കൂടി തിരികെ കൊണ്ടുപോകാൻ താൻ തയ്യാറാണ്. അവരുടെ ശിക്ഷ എന്താണ് എന്നൊക്കെ തിരികെ ചെന്ന ശേഷം രാജാവ് തീരുമാനിക്കും. അതിന് സമ്മതമാണെങ്കിൽ തനിക്കൊപ്പം വന്നോളാൻ അവൻ പറയുന്നു. അവരത് സമ്മതിച്ച് അവൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഡ്രീം ദേവതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ബിങ്ഷു പറഞ്ഞ് പിയാൻ അറിയുന്നു. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ള കാര്യത്തിൽ അവൾക്കാകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഡ്രീം ദേവതയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ അവൾക്ക് വിഷമമുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷവുമുണ്ട്. രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയി ആ ഫ്ലവർ ഗാർഡനൊക്കെ നോക്കുന്നുണ്ട്. മുമ്പ് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ സ്ഥലം ഇപ്പോൾ ശ്മശാനം പോലെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പൂക്കളൊക്കെ കരിഞ്ഞു പോയിരിക്കുകയാണ്. അതിനിടയിൽ നിന്ന് ഡ്രീം ദേവതയുടെ ക്രിസ്റ്റൽ ഹേർട്ട് പിയാന് കിട്ടുന്നുണ്ട്. അതുമായിട്ട് അവർ മടക്കയാത്ര തുടങ്ങുന്നു. യുലി സ്പ്രിംഗ് വാട്ടർ കണ്ടെത്തുന്നതിനാണല്ലോ രാജാവ് ബിങ്ഷുവിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അതില്ലാതെ തിരികെ ചെന്നാൽ രാജാവ് അവനെ ശിക്ഷിക്കില്ലേ എന്ന് പിയാൻ ചോദിക്കുന്നുണ്ട്. തൽക്കാലം ഡ്രീം ദേവതയുടെ ക്രിസ്റ്റൽ ഹേർട്ടെങ്കിലും കാണിച്ച് രാജാവിനെ തൃപ്തിപ്പെടുത്താനും അവൾ പറയുന്നു. പക്ഷേ ബിങ്ഷു അത് വാങ്ങുന്നില്ല. എന്ത് ശിക്ഷയാണെങ്കിലും നേരിടാൻ അവൻ തയ്യാറാണ്. ഷാവോ പറയുന്നത് ശരിയാണ്. ഇത്തവണ ഞാൻ ഡീമൻസിന് മുന്നിൽ തോറ്റുപോയി. അതുകൊണ്ട് ഞാനിതെടുക്കുന്നത് ശരിയല്ല എന്ന് അവൻ പറയുന്നു. ഹോങ്ങിയാണല്ലോ ഡ്രീം ദേവതയെ കൊന്നത്. അതുകൊണ്ടാണ് അവനിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അവനിങ്ങനെ എപ്പോഴും ഷാവോയെക്കുറിച്ച് പറയുന്നത് കാരണം അവന് അവളോട് ഇഷ്ടമുണ്ടോ എന്ന് പിയാന് സംശയമുണ്ട്. അവൾ അതിനെപ്പറ്റി ചെറുതായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഷാവോയുമായി കമ്പയർ ചെയ്യുമ്പോൾ താൻ വളരെ മോശക്കാരിയാണ് എന്നുള്ള രീതിയിലാണ് പിയാൻ സംസാരിച്ചത്. പക്ഷേ ബിങ്ഷു അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. രണ്ടുപേരും രണ്ട് രീതിയിലുള്ളതാണ്. അവൾ വളരെ ചെറുപ്പത്തിലെ ഇവിടെ വന്ന് പെട്ടുപോയതല്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടും അവളുടെ നല്ല ഹൃദയം കളയാതെ കാത്തു സൂക്ഷിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ബിങ്ഷു അവളെ പുകഴ്ത്തി പറയുന്നുണ്ട്. അവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ മുഖമൊക്കെ ചെറുതായി ചുമന്ന് കൊടുക്കുകയും ചെയ്യുന്നു. ഒരു റൊമാൻസിലുള്ള ചെറിയ സ്കൂപ്പ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. തിരികെ ചെന്ന് കഴിയുമ്പോൾ പിയാന് അവിടെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ആദ്യം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവളുടെ ചേട്ടനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയി അദ്ദേഹത്തെ കാണാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ പറയുന്നു. അവനും അത് ശരിവെക്കുന്നുണ്ട്.
ഇവരെല്ലാവരും ഇങ്ങനെ പോയെങ്കിലും ഷാവോയും ഹോങ്ങയും ഇപ്പോഴും ആ ഐലൻഡിൽ തന്നെ ആയിരുന്നു. ഫ്ലവർ രൂപത്തിലായ ദാലിയോടും അതേപോലെ ആ കുഞ്ഞ് ലീഫിനോടുമൊക്കെ യാത്ര പറയുകയായിരുന്നു. ദാലിയെ അവിടെ അവിടത്ത് കുഴിച്ചു വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യരൂപത്തിലേക്ക് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദാവോ വിഷമത്തോടെ അവളോട് യാത്ര വന്നത്. അതേപോലെ ഹോങ്ങെ ആ കുഞ്ഞ് ലീഫിനെ അവിടെ മണ്ണിൽ അവിടത്ത് കുഴിച്ചിട്ടിട്ട് അതെന്തെങ്കിലും വീണ്ടും മുളച്ച് വളർന്ന് വലുതായി വലിയൊരു മരമാവട്ടെ, കൾട്ടിവേറ്റ് ചെയ്ത് മനുഷ്യരൂപത്തിലൊക്കെ ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഷാവോ കുഞ്ഞു ലീഫിനെയും കൊണ്ട് തവോഷി അന്വേഷിച്ചു പോയ സമയത്തൊക്കെ അതിനെ ശരിക്കും ഉപദ്രവിച്ചിരുന്നല്ലോ. അതൊക്കെ ഹോങ്ങയ്ക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഷാവോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് അവൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അതിനായി പോകുന്നു. ആദ്യം ഹോങ്ങയാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഷാവോയുടെ മുഖത്തേക്ക് നോക്കി നിന്ന് എന്തോ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ്റെ കൈ കുറച്ച് മുറിയുന്നു. അങ്ങനെ അവനെ മാറ്റി നിർത്തിയിട്ട് അവൾ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഹോങ്ങി തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ മുറിവ് ഭേദമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് സാധിക്കുന്നില്ല. അവൻ്റെ പവറൊന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആകെ ആബ്സെന്റ് മൈൻഡഡ് ആവുന്നു. അവനിങ്ങനെ ബോധമില്ലാതെ അടുക്കളയിൽ നിൽക്കുന്ന കാരണം ഷാവോയ്ക്ക് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനോട് പുറത്തിറങ്ങി നിൽക്കാൻ അവൾ പറയുന്നു. എന്നിട്ട് അവൾ തനിയെ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഹോങ്ങി വീണ്ടും തൻ്റെ പവർ റിക്കവർ ആകുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ ആകെ മൂഡ് ഓഫ് ആവുന്നു. ഷാവോ നൂഡിൽസും റെഡിയാക്കിക്കൊണ്ട് വന്നപ്പോഴും അവൻ്റെ മനസ്സ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് ചൂട് പാത്രത്തിൽ അവൻ പിടിക്കുന്നുണ്ട്. കൈ പൊള്ളിയപ്പോൾ അവനോട് അവൾ ചെവിയിൽ പിടിക്കാൻ പറയുന്നു. അവൻ പെട്ടെന്ന് അവളുടെ ചെവിയിലേക്ക് പിടിക്കുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ചത് അവൻ്റെ സ്വന്തം ചെവിയിലേക്ക് പിടിക്കാനായിരുന്നു. അത് കാരണം അവൾ ആകെ ഒന്ന് അമ്പരക്കുന്നു. പിന്നെയാണ് നിന്റെ ചെവിയിൽ തന്നെ പിടിക്കാനാണ് ഞാൻ പറഞ്ഞതെന്ന് അവൾ പറയുന്നത്. അങ്ങനെ ഹോങ്ങി കൈ എടുത്തിട്ട് അവൻ്റെ ചെവിയിൽ പിടിക്കുന്നുണ്ട്. ഷാവോ വേഗം പോയി ഒരു മരുന്ന് എടുത്തുകൊണ്ട് വന്ന് ഒരു കയ്യിലൊക്കെ പുരട്ടി കൊടുക്കുന്നു. ആ സമയത്താണ് തൻ്റെ പവർ നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നുവെന്ന് അവൻ അവളോട് പറയുന്നത്. അവളും ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ട്. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട, ഇപ്പോൾ അവൻ്റെ മുറിവുകളൊക്കെ ഭേദമായതല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറേ സമയം കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സ് ക്ലിയർ ആവുന്നില്ല. അവൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയൊന്നും കഴിക്കാത്തത് കാരണം അവൾ വീണ്ടും എന്തോ ഉണ്ടാക്കി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്തും അവൻ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. അവന് എത്ര ശ്രമിച്ചിട്ടും സ്പിരിച്വൽ പവറിൻ്റെ ഒരു ചെറിയ അംശം പോലും അവൻ്റെ ഉള്ളിലുള്ളതായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനെപ്പറ്റി അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. ഡ്രീം ദേവതയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ഹേർട്ട് നശിപ്പിക്കുന്ന രീതിയിലൊരു ടെക്നിക്ക് പ്രയോഗിച്ചിരുന്നല്ലോ. അതാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതിന് കാരണം. ഇതിനു മുമ്പ് ആകെ ഒരു ദേവത മാത്രമാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ളതായി കേട്ടിട്ടുള്ളത്. പിന്നീട് ആ ദേവത മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, മറ്റാരും ഇത് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടില്ല എന്നൊക്കെ ഹോങ്ങി അവളോട് പറയുന്നു. പിന്നെ ആകെ കേട്ടിട്ടുള്ളത് ഒരു സ്കൈ സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ ഉണ്ട്. അതിന് ചില ദിവ്യശക്തികളുണ്ടെന്നാണ് പറയുന്നത്. ആ സ്റ്റോണിന് ചിലപ്പോൾ അവൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് അവനെ റിക്കവർ ആക്കാൻ പറ്റിയേക്കും. പക്ഷെ അത് എവിടെയാണ് എന്നോ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നോ എന്നതിനെ പറ്റിയൊന്നും അവന് യാതൊരു ഐഡിയയുമില്ല. എന്തായാലും തൽക്കാലം ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾക്ക് എല്ലാം പതിയെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം, അതുവരെ സമാധാനമായിട്ടിരിക്കാനൊക്കെ ഷാവോ അവനോട് പറയുന്നു. അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മൂന്നിന് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവൾ തന്നെ അവന് കഴിക്കാനായി കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിലും അവൻ ശ്രദ്ധിക്കുന്നില്ല. വിഷമത്തോടെ ഓരോന്ന് പറയാൻ തുടങ്ങുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഈ ഡീമൺസിൻ്റെ നാശത്തിന് കാരണമായി. ഇപ്പോൾ വീണ്ടും 100 വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വിഷമത്തോടെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഷാവോ പെട്ടെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വായടപ്പിക്കുന്നു. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നു. നീ ഒരു ഡീമനാണെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമയാണ്, അതേപോലെ നല്ലൊരു ഡീമനിലോടാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ ഒപ്പം സ്കൈ സ്റ്റോൺ കണ്ടെത്താൻ ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ സൂപ്പർ പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും ഒരു ചെറിയ ബോട്ട് സംഘടിപ്പിച്ച് അതിൽ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടി വരുന്നു. ബോട്ട് തുഴയാമെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്ക് നല്ല ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തുഴഞ്ഞത്തോടെ നെയ്യ് ചെയ്യുന്നു. പക്ഷേ പെട്ടെന്നായിട്ട് പങ്കായൊക്കെ ഊരി പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇത്രയും ശക്തിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഷാവോ തന്നെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. വീണ്ടും പതിയെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്തവണ ശരിയാവുന്നു. അങ്ങനെ അവർ പതുക്കെ യാത്ര തുടങ്ങുന്നു. പക്ഷെ കുറച്ചു നേരം ട്രൈ ചെയ്തിട്ടും നിന്നിടത്ത് നിന്ന് തന്നെ വട്ടം ചുറ്റിയതല്ലാതെ ബോട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഷാവോ പതുക്കെ ഞാൻ എൻ്റെ കഴിവുകൾ നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ തുഴ വാങ്ങിയിട്ട് പതുക്കെ തുഴയാൻ തുടങ്ങുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഹോങ്ങി അവൾ ചെയ്യുന്നത് കണ്ട് പഠിച്ചിരുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ തുഴ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ അവൻ ട്രൈ ചെയ്തപ്പോൾ ശരിയാവുന്നു. അവളോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് പിന്നെ അവനാണ് വെള്ളം തുഴഞ്ഞത്. അങ്ങനെ ഷാവോ കുറച്ച് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഉണർന്നപ്പോൾ അവൾ തന്നെ കടലിൽ നിന്ന് ഏതൊക്കെയോ മീനിനെ പിടിച്ചിട്ട് രണ്ടുപേരും കൂടി അത് പച്ചയ്ക്കൊക്കെ തിന്നുന്നു. വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് അവന് പവറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ടെക്നിക്കൊക്കെ തന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ, ചിലപ്പോൾ തങ്ങളുടെ യാത്രയിൽ അത് ഉപകാരപ്പെട്ടേക്കും എന്ന് ഷാവോ പറയുന്നത്. അങ്ങനെ അവൻ തനിക്കറിയാവുന്ന ടെക്നിക്കുകളൊക്കെ കുറേശ്ശെയായി അവളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. രാത്രിയായപ്പോൾ വീണ്ടും ഷാവോ ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഹോങ്ങിക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് കിട്ടുന്നില്ല. അവനിങ്ങനെ ബോട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൈയൊക്കെ പൊട്ടി തുടങ്ങിയിരുന്നു. എന്നിട്ടും അവൻ ഇതുവരെ അവളുടെ കാര്യം പറഞ്ഞിട്ടില്ല.
അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ അവന് നല്ല വിഷമമുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തൻ്റെ ശക്തികളൊന്നുമില്ലാതെ അവളെ എങ്ങനെ സേഫായി തനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ അവന് നല്ല ആശങ്കയുമുണ്ട്. ബിങ്ഷു പിയാനെ തിരികെ എത്തിയ ശേഷം അവളുടെ ബ്രദറിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് ശരിക്കും അവൻ എന്താണ് പറ്റിയത്, എങ്ങനെയാണ് അവൻ കൊല്ലപ്പെട്ടത് എന്നൊക്കെ പിയാൻ അവനോട് ചോദിക്കുന്നത്. ബിങ്ഷുവും അവളുടെ ചേട്ടൻ ലുതോങ്ങും മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതായിരുന്നെന്ന് പറഞ്ഞല്ലോ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മൗണ്ടൻ ഡീമനെ പിടിക്കാനായി പോവുകയുണ്ടായി. ശരിക്കും ലുതോങ്ങാണ് അങ്ങനെ ഒരു ഡീമൻ അവിടെ ഉണ്ട് എന്ന് അവരുടെ തലവന് ഇൻഫർമേഷൻ നൽകിയത്. അങ്ങനെ ലുതോങ് പറഞ്ഞ ആ സ്ഥലത്ത് അവരെല്ലാവരും കൂടി എത്തുന്നു. ബിങ്ഷു എന്ന ആ കൂട്ടത്തിലെ ഒരു സൈനികൻ മാത്രമാണ് തുടക്കക്കാരനാണ്. ഡീമൻ ഉണ്ട് എന്ന് സംശയിക്കുന്ന ആ സ്ഥലത്ത് അകത്തേക്ക് കടക്കുന്നിടത്ത് അവനെ വേറൊരാളെയും 2 ഭാഗങ്ങളിലായി കാവൽ നിർത്തിയിട്ട് ബാക്കിയുണ്ടായിരുന്ന സൈനികരെല്ലാം അകത്തേക്ക് കയറി പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പുറത്തു നിൽക്കുകയായിരുന്ന ബിങ്ഷുവിന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ടാണർ അടുത്തെവിടെയോ ഡീമൻ ഉണ്ട് എന്നുള്ള സിഗ്നൽ നൽകുന്നു. അങ്ങനെ ബിങ്ഷു അകത്തുണ്ടായിരുന്നവരെ പുറത്തേക്ക് വിളിക്കാനായി വിസിലടിക്കുന്നുണ്ടെങ്കിലും ആരും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ അവൻ അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുള്ള സൈനികരെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ലുതോങ്ങിനെ അവൻ കാണുന്നത്. അങ്ങനെ അവനും ലുതോങ്ങുമായി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ആദ്യം ശരിക്കും ഫൈറ്റ് ചെയ്തതല്ല, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാനർ സ്വയം തന്നെ ലുതോങ്ങിനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. എന്നിട്ട് പോലും ലുതോങ് അന്ന് സംഭവിക്കാത്തതുപോലെ ബിങ്ഷുവിനെ ആക്രമിക്കുന്നു. ബിങ്ഷുവിന് ശരിക്കും പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിക്കേറ്റ് തെറിച്ച് വീണ കൂട്ടത്തിലാണ് തൻ്റെ കൂടെ വന്ന സൈനികരെല്ലാം അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നത് ബിങ്ഷു കാണുന്നത്. അവരെല്ലാം കൊന്നത് ലുതോങ് ആണ് എന്നും അവന് മനസ്സിലാവുന്നു. അതോടെ അവൻ എഴുന്നേറ്റ് നിന്ന് ടാനറുടെ സഹായത്തോടെ ലുതോങ്ങുമായി ശരിക്കും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴാണ് അവന് ഹൃദയമില്ല എന്ന് ബിങ്ഷു അറിയുന്നത്. തനിക്ക് ഹൃദയമില്ലാത്തതുകൊണ്ട് തന്നെ ബിങ്ഷുവിന് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു ലുതോങ് കരുതിയിരുന്നത്. പക്ഷേ ടാനറുടെ സഹായത്തോടെ ലുതോങ്ങിൻ്റെ സ്റ്റോൺ ഹേർട്ട് ബിങ്ഷു പുറത്തെടുക്കുന്നു. അതോടെ അവനൊരു ഡീമനാണ് എന്ന് ബിങ്ഷുവിന് മനസ്സിലാവുന്നുണ്ട്. സ്റ്റോൺ ഹേർട്ട് നഷ്ടമായതോടെ അയാളുടെ ശക്തി നഷ്ടപ്പെടുന്നു. അതോടെ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അയാൾ പറയുന്നുണ്ട്. അയാളുടെ സഹോദരിയായ പിയാനെ ഡ്രീം ദേവത തട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ. അതിനെപ്പറ്റി അയാൾക്ക് അറിയാമായിരുന്നു. പിയാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ദേവത ആവശ്യപ്പെട്ടതുപോലെ 100 പെൺകുട്ടികളെ അയാൾ ഡ്രീം ദേവതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിയാനെ സ്വതന്ത്രമാക്കാമെന്നായിരുന്നു ദേവത പറഞ്ഞിരുന്നത്. അതിനു വേണ്ടിയിട്ട് അയാളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാളുടെ ശരിക്കുള്ള ഹൃദയം എടുത്തിട്ട് ദേവത കല്ലുകൊണ്ടൊരു ഹൃദയം അയാൾക്ക് നൽകിയത്. അതാകുമ്പോൾ അയാൾക്ക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല, ഈ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ പിടികൂടിക്കൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ദേവത പറഞ്ഞത്. പക്ഷെ അതോടെ അയാൾ ശരിക്കും ഒരു ഡീമനായി മാറി ഇങ്ങനെ മനുഷ്യരെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. പിയാനെ രക്ഷപ്പെടുത്താനും സാധിച്ചില്ല. അവളെ രക്ഷപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറിയിട്ടില്ല. എനിക്കതിന് സാധിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ നീ അവളെ കാണുകയാണെങ്കിൽ അവളെ നന്നായി നോക്കാൻ ശ്രമിക്കണം എന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് ലുതോങ് ബിങ്ഷുവിനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല തൻ്റെ ആ സ്റ്റോൺ ഹേർട്ട് കൊണ്ടു കൊടുത്താൽ അവന് നിലനിൽക്കാൻ പറ്റും എന്ന് ലുതോങ് പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ ബിങ്ഷു തനിച്ചാണ് അന്ന് തിരികെ പോയത്. കൂടെയുള്ളവരെ എല്ലാം കൊന്നിട്ട് അവൻ മാത്രം തിരികെ വന്നത് കാരണം അവൻ്റെ തലവൻ സംശയിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ഈ സ്റ്റോൺ ഹേർട്ട് എടുത്ത് കൊടുക്കുന്നു. അതോടെ ലീഡർക്ക് സന്തോഷമാകുന്നുണ്ട്. രാജാവിന് മുന്നിൽ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അയാൾക്ക് പറ്റുമല്ലോ. അവൻ ഇങ്ങനെ വിജയിച്ചു വന്നത് കാരണം അവനെ ഒരു ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തു. ബിങ്ഷുവിൻ്റെ കരിയറിലെ ആദ്യത്തെ ചവിട്ടുപടികളിൽ ഒന്നായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. ലുതോങ്ങാണ് ആ ഡീമൻ എന്നുള്ള കാര്യം ബിങ്ഷു ആരോടും പറഞ്ഞിരുന്നില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ തൻ്റെ ചേട്ടൻ്റെ അഭിമാനം കാത്തു രക്ഷിച്ചതിന് പിയാൻ അവനോട് നന്ദി പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ അവൾക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബിങ്ഷു അവളെ തടയുന്നുണ്ട്. നീ ഇത് എങ്ങോട്ട് പോകാനാണ്? എനിക്കെന്തായാലും രാജാവിന് മുന്നിൽ പോയി ഞാൻ പോയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ. അവിടെ നിന്ന് ജീവനോടെ തിരികെ ഇറങ്ങി വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഇത് എൻ്റെ വീടിൻ്റെ താക്കോലാണ് എന്ന് പറഞ്ഞ് അവൻ തൻ്റെ വീടിൻ്റെ താക്കോൽ അവൾക്ക് നൽകുന്നു. തൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം അവിടെ ഏത് മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. രാജാവിനെ കാണാൻ പോയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ താൻ തിരികെ എത്തുന്നില്ലെങ്കിൽ ആ സമ്പാദ്യവും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാനും അവൻ പിയാനോട് പറയുന്നു. ജീവനോടെ അവിടെ നിന്ന് തിരികെ വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ബിങ്ഷുവിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് അവൻ അവളോട് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. പോവാതെ എന്നോട് എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ തത്വങ്ങളനുസരിച്ച് അവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവന് പോയേ പറ്റുള്ളൂ. പോകുന്നതിന് മുമ്പ് ടാനറെ കൂടി അവൻ പിയാൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും തിരികെ വന്നില്ലെങ്കിൽ ഇവളുടെ പ്രൊട്ടക്ഷൻ കൂടി നീ ഏറ്റെടുക്കണം. അവളോട് സംസാരിച്ച് അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളുടെ പ്രതികാര ചിന്തയൊക്കെ മാറ്റി തിരികെ പുനർജന്മത്തിൻ്റെ പാതയിലേക്ക് കയറാൻ സഹായിക്കണം എന്നൊക്കെ അവൻ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ രാജാവ് ആദ്യം അവനെ കാണാൻ തയ്യാറാവുന്നില്ല. പകരം പുറത്തേക്ക് ഇറങ്ങി വന്നത് ഫെയ്യു ഗാർഡ്സും അവരുടെ ഇപ്പോഴത്തെ തലവനായ മുമ്പത്തെ അവൻ്റെ അസിസ്റ്റൻറ്റും കൂടിയാണ്. അവരെല്ലാവരും കൂടി അവനെ തടവിലാക്കാൻ തുടങ്ങുന്നു. രാജാവ് അവൻ്റെ മിഷൻ പരാജയപ്പെട്ട് വന്നിരിക്കുന്നത് കാരണം അവനെ തടവിലാക്കി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് എന്നും അസിസ്റ്റൻ്റ് അറിയിക്കുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തനിക്ക് സംഭവിച്ചതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്, രാജാവിനെ നേരിട്ട് കാണണം എന്നൊക്കെ ബിങ്ഷു പറയുന്നുണ്ടെങ്കിലും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. യുലി സ്പ്രിംഗ് വാട്ടറാണ് എന്ന് പറഞ്ഞ് അയാൾ ഓൾറെഡി എന്തോ വെള്ളം രാജാവിന് കൊണ്ട് കൊടുത്തിരുന്നു. രാജാവ് ഇപ്പോൾ അത് കുടിച്ചിട്ട് റെസ്റ്റിലാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. ഇങ്ങനെ രാജാവിനെ ചതിക്കുന്നത് എന്തിനാണ് എന്ന് ബിങ്ഷു ചോദിക്കുന്നുണ്ടെങ്കിലും നീയാണ് എന്നെ ശരിക്കും ചതിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രാജാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിനോടൊപ്പം
നേരത്തെ വിങ്ഷു കൂട്ടിക്കൊണ്ടുപോയ ഒഫീഷ്യൽസിൻ്റെ മക്കളിൽ അഹങ്കാരം പിടിച്ച കുറേ എണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിൽ 3 പേരും ഉണ്ടായിരുന്നു. വിങ്ഷു കാരണമാണ് തങ്ങൾക്ക് യൂലി സ്പ്രിംഗ് വാട്ടർ കിട്ടാതെ പോയത് എന്നുള്ള രീതിയിൽ അവർ 3 പേരും കൂടി നേരത്തെ തന്നെ രാജാവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ചും അവർ അത് തന്നെ പറയുന്നു. അവൻ കാരണമാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. രാജാവിന് കൊടുക്കാതെ വിങ്ഷു യൂലി സ്പ്രിംഗ് വാട്ടർ ആദ്യം കുടിച്ചു എന്നാണ് അവർ അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു. വിങ്ഷു പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ വിങ്ഷുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് 3 മണിക്കാണ് ശിക്ഷ നടപ്പാക്കാൻ ഓർഡർ നൽകിയിട്ട് രാജാഭാഗത്തേക്ക് കയറിപ്പോയത്. ഷാവോയും ഹോങ്ങയും കൂടി ഈ സമയം ഒരു സിറ്റിയിലെത്തിയിരുന്നു. അവിടെ ഒരു ലാൻഡൻ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ അവർക്ക് കാണാനായിട്ടുണ്ടായിരുന്നു. അവിടെ മുഴുവൻ പല ഡിസൈനിലുള്ള ലാൻഡനുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതിലൊരു ലാൻഡൻ വാങ്ങിയാൽ കൊള്ളാമെന്ന് ഷാവോയ്ക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും കൈവശം പണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്തതുപോലെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് റിങ് വെച്ചിട്ട് ഓരോ ഗിഫ്റ്റ് എറിഞ്ഞെടുക്കുന്ന ഒരു കളി നടക്കുന്നത് കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഹോങ്ങയെ അവൾ പറഞ്ഞ സാധനങ്ങളിലെല്ലാം കറക്റ്റായിട്ട് തന്നെ റിങ് വീഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ കടക്കാരന് ആകെ ടെൻഷനാവുന്നു. അയാൾ ആളുകളെ പറ്റിച്ചിട്ട് കച്ചവടം നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇവനിങ്ങനെ വന്ന് എല്ലാ റിങ്ങും എറിഞ്ഞ് വീഴ്ത്തിയത്. അക്കൂട്ടത്തിൽ ഒരു സിൽവറും വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെന്ന് ഷാവോ ആവശ്യപ്പെട്ടപ്പോൾ ഹോങ്ങയെ അതിലും എറിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്. പക്ഷേ കുറച്ച് മാറിയിട്ടാണ് റിങ് വീണത്. അത് കാരണം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ എതിർക്കുന്നു. കുറേ തർക്കിച്ച ശേഷം താൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഷാവോ റിങ് എറിയുന്നുണ്ട്. അപ്പോഴും കറക്റ്റായിട്ട് വീഴുന്നു. ഇതുവരെ എറിഞ്ഞത് അവനായിട്ട് ഇത്തവണ അവൾ മാറി എറിഞ്ഞത് കാരണം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കച്ചവടക്കാരൻ തർക്കിക്കുന്നു. അയാൾ പറയുന്നതാണല്ലോ അവിടുത്തെ റൂൾ, അതുകൊണ്ട് ഇവർക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. എങ്കിൽ വീണ്ടും ഒരു റൗണ്ട് കൂടി കളിക്കാമെന്ന് ഷാവോ പറയുന്നുണ്ട്. അങ്ങനെ മുഴുവൻ റിങ്ങും തരാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ കളിച്ചതിൻ്റെ കാശ് കൊടുക്കാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടെ രണ്ടുപേരും പെട്ടുപോകുന്നു. രണ്ടുപേരുടെയും കയ്യിൽ ഒരു രൂപ പോലും ഇല്ലല്ലോ. ഈ ഗെയിം കൂടി കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും കൂടെ കാശ് ഒരുമിച്ച് നൽകാമെന്ന് ഷാവോ പറയുന്നുണ്ടെങ്കിലും അയാൾ അത് സമ്മതിക്കുന്നില്ല. അവളോട് വേഗം എസ്കേപ്പ് ആയിക്കോ, താനിയാളെ ഡീൽ ചെയ്തോളാം എന്ന് ഹോങ്ങിയെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഞാനൊരു നമ്പർ എടുക്കാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതിയെന്ന് ഷാവോ പറയുന്നു. അങ്ങനെ ആ കടക്കാനുമായിട്ട് തർക്കിക്കുന്ന കൂട്ടത്തിൽ അയാൾ അവരെ അടിക്കുന്ന രീതിയിൽ കൈ ഓങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഹോങ്ങിയെ ഷാവോ നിർദ്ദേശം നൽകിയതനുസരിച്ച് ബോധക്കേട് അഭിനയിക്കുന്നു. കടക്കാരൻ അടിച്ചത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഷാവോയും അവിടെ ഇരുന്ന് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അതോടെ ചുറ്റും കൂടി നിൽപ്പുണ്ടായിരുന്നവരൊക്കെ കടക്കാരനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. 2 ഒഫീഷ്യൽസും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരോടും ഷാവോ അയാൾ തങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു. അവസാനം അയാൾക്ക് ആ സിൽവർ അവർക്ക് നൽകേണ്ടി തന്നെ വരുന്നുണ്ട്. ഷാവോ അതുമായിട്ട് നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും ഹോങ്ങയ്ക്ക് നൽകുന്നതിന് വേണ്ടി അവൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അവൻ്റെ ആരോഗ്യം വളരെ മോശമാണല്ലോ. ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ റിക്കവർ ആവട്ടെ എന്ന് കരുതിയാണ് അവൾ ഇങ്ങനെ നല്ല ഫുഡ് ഐറ്റംസ് അവന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്. അവിടെ നിൽപ്പുണ്ടായിരുന്ന വെയിറ്ററും അതേപോലെ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആൾക്കാരും എല്ലാം ഈ സമയത്ത് ഹോങ്ങയെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവന് കഴിവില്ലാത്തതുകൊണ്ട് അവൻ്റെ എനർജി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ വൈഫായിട്ടുള്ള അവൾ ഇങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുന്നതെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും അവനൊരു പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട്. ഹോങ്ങയ്ക്കും എന്തോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഷാവോയോട് ചോദിച്ചിട്ട് അവൾ വ്യക്തമായിട്ട് മറുപടി ഒന്നും നൽകാത്ത ഒഴുപ്പ് വിടുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഹോങ്ങിക്ക് എന്തോ അത് കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ഷാവോയ്ക്ക് തനിയെ അതെല്ലാം കഴിച്ച് തീർക്കേണ്ടി വരുന്നുണ്ട്. ഹോങ്ങി ഇങ്ങനെ പുറത്ത് പോയി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് വിൽക്കുന്ന കച്ചവടക്കാരി ഇതിനെ ശ്രദ്ധിക്കുന്നു. അവരുടെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്ന കസ്റ്റമേഴ്സും ഹോങ്ങി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ആ കച്ചവടക്കാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ആണോ അവൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കച്ചവടം നടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അതേ എന്ന് പറയുന്നു. അവൻ ആദ്യം എതിർക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി ഈ അവസരം നന്നായി യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കച്ചവടക്കാരിയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കാനായിട്ട് തൻ്റെ വൈഫും താനും അവിടെയുള്ള പ്രോഡക്റ്റ്സാണ് വാങ്ങുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ കുറേ കച്ചവടം നടക്കുന്നതിനാൽ അവർ അതിൻ്റെ നല്ലൊരു വിധം അവന് നൽകുന്നുണ്ട്. ആ കാശുമായിട്ട് പോയി അവൻ നേരത്തെ ഷാവോ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആ ലാൻഡേൺ വാങ്ങിക്കൊണ്ട് അത് അവൾക്ക് കൊടുക്കാനായിട്ട് വരുന്നു. ഷാവോ അവനെ ഫ്രണ്ടിൽ നിന്നും കാണാതെ ആകെ വിഷമിച്ച് അവനെ തിരക്കി നടക്കുകയായിരുന്നു. അതുകൊണ്ട് അവനെ കണ്ടപ്പോൾ നീ എന്താണ് പറയാതെ പോയത്, നീ അവിടെ പോയി നിർത്തി ഞാൻ ആകെ വിഷമിച്ചു എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ലാൻഡേൺ കണ്ടപ്പോൾ അവനത് കട്ടെടുത്താണോ എന്നും അവൾ പേടിയോട് ചോദിക്കുന്നുണ്ട്. താനത് നേടിയെടുത്താണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അതിനുള്ള കാശ് ഒപ്പിച്ചതെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഷാവോയ്ക്ക് സന്തോഷമാകുന്നു. ആ ലാൻഡേൺ കൂടാതെ ഒരു സ്കൈ ലാൻഡേണും അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി അതൊക്കെ കത്തിച്ച് ആകാശത്തേക്ക് പറത്തി വിടുന്നു. ആ സമയത്ത് എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിക്കുമല്ലോ. ഹോങ്ങയുടെ സ്പിരിച്വൽ പവർ എത്രയും പെട്ടെന്ന് റിക്കവർ ആവണമേ എന്നാണ് ഷാവോ ആഗ്രഹിച്ചത്. അവൻ വിചാരിച്ചതാവട്ടെ ഒരു നിമിഷത്തേക്ക് ഈ സമയം ഒന്ന് പോസായിരുന്നെങ്കിൽ എന്നാണ്. എന്തോ അവൻ ആഗ്രഹിച്ചത് അപ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റുമുള്ളതെല്ലാം പെട്ടെന്ന് സ്റ്റക്കാവുന്നു. ഷാവോയും അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അവൻ ആദ്യം വിശ്വസിക്കാൻ കഴിയാതെ ചുറ്റും നോക്കുന്നു. എന്നിട്ട് പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാറി അവളുടെ മുഖത്ത് തൊടാനായി കൈ ഉയർത്തിയ സമയത്ത് പെട്ടെന്ന് വീണ്ടും എല്ലാം ആക്റ്റീവ് ആവുന്നു.
ഷാവു വിചാരിച്ചത് താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ്റെ പവർ റിക്കവർ ആയി എന്നാണ്. കാരണം കുറച്ച് മുമ്പ് അവൻ അപ്പുറത്ത് നിൽക്കുകയായിരുന്നല്ലോ, ഇപ്പോൾ അവളുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെ അത്ര പെട്ടെന്ന് അവൻ എത്തണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമല്ലോ. പക്ഷെ അതല്ല, റിക്കവർ ഒന്നും ആയിട്ടില്ല എന്ന് അവൻ പറയുന്നു. അവൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവനത് പറയുന്നില്ല. മറന്നുപോയി എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി തങ്ങാനായിട്ട് ഒരു റൂം തിരയുന്നുണ്ട്. പക്ഷേ ലാൻഡ്യൻ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്നകളെല്ലാം തന്നെ ഫുള്ളായിരുന്നു. കുറേ തിരഞ്ഞിട്ടും അവർക്ക് റൂം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഏതോ ഒരു കപ്പിള് ഫൈറ്റ് ചെയ്ത് തിരികെ പോയതിനാൽ ഒരു റൂം വേക്കൻ്റ് ഉണ്ട്, അത് വേണമെന്ന് ചോദിക്കുന്നു. ഇവർ കപ്പിൾസ് ആണ് എന്നാണല്ലോ അവർ കരുതിയിരിക്കുന്നത്. അങ്ങനെ അല്ലെന്ന് പറയാൻ ഷാവു ആദ്യം തുടങ്ങുന്നുണ്ടെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ആ റൂം തന്നെ എടുക്കുന്നുണ്ട്. റൂമിൽ ആകെ ഒരു ബെഡേ ഉള്ളൂ. അതുകൊണ്ട് ആര് മുകളിൽ കിടക്കണം ആര് താഴെ കിടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഷാവോ താൻ താഴെ കിടന്നോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഹോങ്ങി അത് സമ്മതിക്കുന്നില്ല. താൻ മെഡിറ്റേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവൻ മനുഷ്യനായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ച് അവനെ ബെഡിൽ പിടിച്ചിരുത്തിയിട്ട് തനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കൂടെ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് പോകുന്നു. ഹോങ്ങി ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും തിരികെ ചെല്ലാമെന്നായിരുന്നു ഷാവു കരുതിയത്. അങ്ങനെ അവൾ തെരുവിലൂടെ വെറുതെ നടക്കുന്ന കൂട്ടത്തിലാണ് ഒരു മൈനർ ഡീമനെ ഫെയ്യു ഗാർഡ്സ് പിടികൂടിക്കൊണ്ട് പോകുന്നത് അവൾ കണ്ടത്. അതിന് പിന്നാലെയായിട്ട് ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ വരുന്ന ലൗലോയെയും അവൾ കാണുന്നു. പക്ഷേ ലൗലോ ഇവളെ കാണുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ആദ്യം അവനെ ഒന്ന് മിസ്സാവുന്നുണ്ട്. ലൗലോ ആ പിഗ് ഡീമനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഷാവോ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ട്രിക്കൊക്കെ പോലെ അവൻ മുഖമൊക്കെ മറിച്ച് ആ പിഗ് ഡീമിനെ കാവലുണ്ടായിരുന്ന രണ്ടാളുകളെ പേടിപ്പിച്ച് ഓടിച്ചിട്ട് അതിനെ കൂട്ടിലിട്ടുന്ന ആ കൂട് തുറന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനായി അകത്തേക്ക് കയറിയപ്പോഴാണ് അത് പിഗ് ഡീമനൊന്നുമല്ല, ഏതോ മനുഷ്യൻ 2 ഡ്യൂപ്ലിക്കേറ്റ് ചെവിയൊക്കെ വെച്ച് പറ്റിക്കാനായി കിടക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. അവനെ ട്രാപ്പിലാക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ആ കൂടിന് പുറത്തുണ്ടായിരുന്ന താലിസ്മാൻ ആക്ടിവേറ്റ് ആയിട്ട് അവൻ അതിനുള്ളിൽ ട്രാപ്പിലായി പോകുന്നു. അവിടെ മറിഞ്ഞു നിൽപ്പുണ്ടായിരുന്ന കാവൽക്കാർ ഓടി വരികയും ചെയ്യുന്നു.